हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം 16-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃദിന അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. അപ്പം നേരത്തെ ചോദിച്ചായിരുന്നു എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നെ ഭജിക്കുന്നത്. 16-ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളം: ദുഃഖിതൻ ജ്ഞാനമാ ആളുന്നോൻ ധനാർത്ഥി ജ്ഞാനി ഇങ്ങനെ 4 പേരെന്നെ ഓർത്തിയിടും നൂനം നന്മയണഞ്ഞിടാൻ. നന്മ കിട്ടാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് എന്നെ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്നെ ഭജിക്കുന്നത്? ഭരതർഷഭ അർജുന, ഭരതശ്രേഷ്ഠനായ ഹേ അർജുന. ആർത്തഃ ആർത്തൻ, ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി, ഇവരെല്ലാമാണ് ഇങ്ങനെയുള്ള ഏവം ചതുർവിധാഹ സുഹൃദിനഃ ജനാഹ, 4 തരത്തിലുള്ള പുണ്യാത്മാക്കൾ മാം ഭജന്തേ, എന്നെ ഭജിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് അങ്ങ് എല്ലാവരും എന്തുകൊണ്ട് പ്രാപിക്കുന്നില്ല എന്നുള്ളതിന് ഭഗവാൻ ഉത്തരം കൊടുത്തു കഴിഞ്ഞു. ദുഷ്കൃതിനഃ നരാധമഃ മൂഢഃ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞു. ഇനി ആരാണ് അങ്ങയെ ഭജിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ആൾക്കാരെല്ലാം ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, ഇവരെല്ലാമാണ് എന്നെ ഭജിക്കുന്നത്. താൻ ശരീരമാണെന്നോ മനസ്സ് ബുദ്ധിയൊക്കെ താനാണെന്ന് തെറ്റിദ്ധാരണയോടെ ജീവിക്കുകയാണ് നമ്മൾ, സാധാരണക്കാരനായ നമ്മൾ. അങ്ങനെയുള്ളൊരു മൂഢമനുഷ്യനാണെങ്കിൽ പോലും ഭഗവാനെ ഭജിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കുന്നവരുണ്ട്. ഇനി അപ്പം എല്ലാ ശക്തിയും ഇവർക്കെല്ലാം ഭജിക്കാനുള്ള ശക്തി മുഴുവൻ കിട്ടുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ആരൊക്കെയാണ് എന്നുള്ളത് വിവരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഈ ജഡമായിട്ടുള്ള വസ്തുവിനെ ചലിക്കാനായിട്ട് ഒരു ശക്തി ആവശ്യമാണല്ലോ. അതാണല്ലോ നമ്മൾ ചേതന അല്ലെങ്കിൽ ചൈതന്യം എന്ന് പറയണത്. നമുക്ക് ഈ ശക്തി കിട്ടിയാലേ ഇതെല്ലാം പ്രവർത്തനക്ഷമമാവുള്ളൂ. അപ്പം ഇത് പ്രവർത്തനക്ഷമമായിട്ട് ആത്മാവുമായിട്ട് യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും ഈ ഭജന എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ശക്തി എൻ്റെ ഉള്ളിൽ പ്രകടമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് തൻ്റെ ജീവൻ ഈശ്വരനിൽ സ്വയം അർപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് ശരിയായ ഭജന. അതല്ല നമ്മൾ സാധാരണ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു. ഒരു വൈദ്യുതി ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഫാന്, ഫ്രിഡ്ജ്, ഹീറ്റർ ഇതൊന്നും പ്രവർത്തിക്കില്ല, സ്വന്തമായിട്ട് പ്രവർത്തിക്കില്ല. അതിന് നമ്മൾ പ്ലഗ് കുത്തണം. അതിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോയാൽ മാത്രമേ ഈ വസ്തുക്കൾ പ്രവർത്തിക്കുന്നുള്ളൂ. മാത്രമല്ല ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയുണ്ട്. അതായത് നമ്മളിപ്പം ഹീറ്റർ ഇട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരാൾക്ക് മറ്റാളെ കാണാനായിട്ട് നമ്മൾ ഹീറ്റർ ഉപയോഗിക്കാറില്ല. അതിന് വെളിച്ചം തന്നെ വേണം, അപ്പോൾ ബൾബ് തന്നെ വേണം. ഇനി ബൾബിൽ കറണ്ട് കൊടുക്കുന്നു, ബൾബ് കത്തുന്നു, അതുകൊണ്ട് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുമോ? ഇല്ല. അത് ഓരോ പ്രവൃത്തിക്കും വൈദ്യുതി ഓരോ തരത്തിലാണ് വിനിയോഗിക്കപ്പെടുന്നത്. അപ്പം നമുക്ക് കുറച്ച് വിവേകമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഈശ്വരശക്തി, നമുക്ക് ഈശ്വരശക്തി എന്താണെന്നൊക്കെ അറിയാം. പക്ഷേ നമ്മൾക്ക് അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാനായിട്ട് അറിയുന്നില്ലെങ്കിൽ നമുക്കും ദോഷം വരുന്നു, ആ സമൂഹത്തിന് മുഴുവനായിട്ടും ദോഷം വരിക തന്നെ ചെയ്യും. അപ്പോൾ സജ്ജനമാണോ ദുർജനമാണോ, പണ്ഡിതനാണോ പാമരനാണോ, ധീരനാണോ ഭീരുവാണോ, ആരായാലും പ്രശ്നമില്ല. എല്ലാവരും ഭഗവാനെ ഭജിച്ചേ പറ്റൂ, നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്പുറത്തുള്ള വെളിച്ചം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും തന്നെ ഈശ്വരനെ ഭജിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ്, നമ്മൾ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഭജിക്കുന്നത്. ഇവരെയൊക്കെ ഭഗവാൻ 4ആയിട്ട് തരംതിരിച്ച് തരികയാണ്. ആർത്തന്മാർ, ജീവിതത്തിൽ എന്തുണ്ടായിട്ടും എന്തൊക്കെ അനുഭവിച്ചിട്ടും യാതൊരു സമാധാനവും കിട്ടുന്നില്ല, യാതൊരു സംതൃപ്തിയും കിട്ടുന്നില്ല. അപ്പോൾ
നമ്മൾക്ക് ഇങ്ങനെ വിഷമം വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് എന്തിനു പോകുന്നത്? എത്ര നമ്മൾ ചിന്തിച്ചിട്ട് ഇതൊന്നും മോചനം കിട്ടുന്നില്ലല്ലോ എൻ്റെ ഭഗവാനേ എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? സമാധാനമില്ല. എപ്പോഴും മനസ്സിന് ഇങ്ങനെ ചിന്ത തന്നെയാണ്. ഇനി കിട്ടിയാലോ? തൃപ്തിയുണ്ടോ? ഇല്ല. 10 കിട്ടിയിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അല്ലേ ജ്ഞാനപ്പാന പറയുന്നത്. അപ്പോൾ സംതൃപ്തിയും കിട്ടുന്നില്ല. അവർ മനസ്സിനൊരാശ്വാസത്തിന് വേണ്ടിയിട്ട് രാവിലെ എന്നും ഭഗവാനെ ചെന്ന് തൊഴുതാൽ കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു, കുറച്ചൊരാശ്വാസം കിട്ടുന്നു. എന്താണ്? ഇന്നലത്തെ ദുഃഖത്തിൽ നിന്ന്. നാളെ ഇനി എന്താ വീണ്ടും ദുഃഖം വരിക എന്ന് നമുക്കറിയില്ല. പക്ഷെ ചെറിയൊരാശ്വാസം കിട്ടുന്നു. അവരെയാണ് ആർത്തന്മാർ എന്ന് വിളിച്ചത്. അടുത്തത് ജിജ്ഞാസുക്കളാണ്. എന്താണ് ഇതിൻ്റെ പരമമായിട്ടുള്ള തത്വം എന്നറിയാൻ വേണ്ടിയിട്ട് ജിജ്ഞാസയാണ് നമുക്ക്. അപ്പുറത്ത് വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് കാണണമല്ലോ. ടണലിൻ്റെ അപ്പുറത്ത് വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് കണ്ടേ പറ്റൂ അല്ലേ? ഒരാകാംക്ഷ, നമ്മളറിയാത്ത കാര്യത്തെ പറ്റിയിട്ട് അറിയാനുള്ള ഒരാകാംക്ഷ. അവരും ഭഗവാനെ ഭജിക്കും. കാരണം ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നേടാമെന്നാണ് പറഞ്ഞത്. അർത്ഥാർത്ഥികൾ. ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, പല പല ആഗ്രഹങ്ങളുണ്ട്. നമ്മളെല്ലാവർക്കും, എനിക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. അത് നിറവേറണമെന്ന് വേറൊരാഗ്രഹമുണ്ട്. എൻ്റെ ഒരാഗ്രഹം നിറവേറണമെന്ന് എനിക്കൊരാഗ്രഹം. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഭഗവാനെ പ്രാർത്ഥിക്കും. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ എനിക്കൊരു ജോലി കിട്ടണേ, ഞാൻ നാളെ ഗണപതിക്കൊരു തേങ്ങ ഉടച്ചേക്കാം. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, അങ്ങനെ നമ്മൾ യോഗിയാണെങ്കിൽ നമുക്ക് എപ്പോഴോ മനസ്സിലായി അങ്ങനെ തേങ്ങ ഉടയ്ക്കുന്നതുകൊണ്ടൊന്നും നാളെ ജോലി കിട്ടില്ല എന്ന്. പക്ഷേ നമ്മൾ അത്രയ്ക്ക് വളർന്നിട്ടില്ല, നമ്മുടെ ബുദ്ധി അത്ര വികസിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഭഗവാന് തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പൂജ ചെയ്ത് കഴിഞ്ഞാൽ ആ ആഗ്രഹം നേടാം. അങ്ങനെ അർത്ഥത്തിന് വേണ്ടിയിട്ട്, അതായത് ആഗ്രഹ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കുന്നവരുണ്ട്. ഇനി 4മത്തെ ആൾക്കാരാണ് ആരാ? ജ്ഞാനികൾ. അത് വളരെ കുറവായിരിക്കും. അവർക്കൊന്നും നേടാനില്ല, ഭഗവാനെ ഭജിച്ച് ഒന്നും നേടാനില്ല. അവരൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല, അവരൊരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പം എന്താണ് പിന്നെ ചെയ്യുന്നത്? അവരാകെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ഞാനും അങ്ങയും ഒന്ന് തന്നെയാണ്, അങ്ങയിൽ നിന്ന് ഭിന്നനാണ് ഞാൻ എന്ന തോന്നൽ എനിക്കുണ്ടാവരുതേ, എന്നെ എപ്പോഴും സ്വീകരിക്കൂ, ഭഗവാനിലേക്ക് ചേർക്കൂ, ഭഗവാനിൽ തന്നെ ഞാൻ ലയിക്കട്ടെ. ഇതാണ് ജ്ഞാനികൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇപ്പം നമ്മൾ ഇത്രയൊക്കെ വിശദീകരിച്ച സ്ഥിതിക്ക് ചെറിയൊരു സംശയം. എന്താണ് സംശയം? അപ്പോൾ ആരാണ് ഇതിൽ? 4 തരം ആൾക്കാരെ പറഞ്ഞു. ഇവരൊക്കെയാണ് ഭജിക്കുന്നതെന്നാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കിയത്. ഈ ആർത്തന്മാർ, ജിജ്ഞാസുക്കൾ, അർത്ഥാർത്ഥികൾ, ജ്ഞാനികൾ. ഇവരിൽ ആരാണ് ഉത്തമൻ? ഏറ്റവും നല്ല ഭജനപ്പതിൽ ആരുടെയാണ്? ഈ ആൾക്കാരെല്ലാം ഭഗവാനെ ഭജിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൽ ആരാണ് ഏറ്റവും ഉത്തമൻ? അത് 17ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയ. മലയാളം. നിത്യയോഗസ്ഥനാം ജ്ഞാനി ഭക്തിമാനവനുത്തമൻ, ജ്ഞാനിക്കതിപ്രിയൻ ഞാനും എനിക്കും അവനും ഇഷ്ടനാം. സംശയമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. തേഷാം അവരിൽ വെച്ച് നിത്യയുക്ത ഏകഭക്തി ജ്ഞാനി വിശിഷ്യതേ, സമചിത്തതയോടുകൂടി എപ്പോഴും ഇരിക്കുന്നവനും താനും ഈശ്വരൻ തന്നെയാണ്, ഈശ്വരൻ്റെ ഒരു അംശമാണ് താനെന്ന് മനസ്സിലാക്കുന്നവനും, അങ്ങനെ താതാത്മ്യഭാവത്തോടു കൂടി ഇരിക്കുന്ന ആത്മജ്ഞാനിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അഹം ജ്ഞാനിനഃ അത്യർത്ഥം പ്രിയഃ ഹി സഹ മമ ച പ്രിയ. ആ ജ്ഞാനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്, അതുപോലെ തന്നെ എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടവൻ അവൻ തന്നെയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? നമ്മൾക്കൊരാളോട് ഇഷ്ടം വളരെ തോന്നുകയാണെങ്കിൽ നമ്മൾ അവരുടെ പ്രിയ സുഹൃത്തായിട്ട് മാറും. അവർക്ക് തിരിച്ചും ഇങ്ങോട്ടും അതുപോലെ തന്നെ തോന്നും. ഓക്കെ, അപ്പോൾ ഈ 4 തരം ഭക്തന്മാരിൽ ജ്ഞാനിയാണ് ഏറ്റവും വിശിഷ്ടൻ എന്നാണ് ഭഗവാൻ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത്. അർജുനൻ ചോദിക്കുന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ അർജുനന് വരാലോ.
ഒരു ലെസൺ വായിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പലതരത്തിലുള്ള സംശയം വരാം. നന്നായി വായിച്ചാൽ കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾ വായിക്കുന്നില്ല, പൊതുവെ കുറവാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കുന്നു? ഉത്തരം കിട്ടിയത് എന്താണെന്നറിയോ? നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാനൊരു 10-40 വർഷത്തിലേറെയായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന ക്ലാസ് ട്യൂഷൻ പോലെ എടുക്കുകയാണെങ്കിലും, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇങ്ങനെ എന്താണ് നിങ്ങൾ ഒരു ലീവ് കിട്ടിയല്ലോ മഴയാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. ഉടനെ ഉത്തരം വന്നു, ഞങ്ങൾ കിടന്നുറങ്ങി. സത്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞു, ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ അതാണ് ഒരു ലെസൺ. നമ്മൾ മര്യാദയ്ക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. നമ്മൾ പഠിക്കാതെ, ഒരക്ഷരം പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞിട്ട് എനിക്ക് മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ജ്ഞാനിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. കാരണം അയാളൊരു ഫലത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, തന്നെ ഈശ്വരനോട് അടുപ്പിക്കൂ, അല്ലെങ്കിൽ ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ്, ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അങ്ങനെ ആണെങ്കിൽ ആ ജ്ഞാനി എന്നിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ ജ്ഞാനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താവും ഞാൻ. അപ്പം ഞാനും എന്താവും? തിരിച്ച് ആ ജ്ഞാനിയുടെ സുഹൃത്തായിട്ട് മാറും. ജ്ഞാനിയുടെ സുഹൃത്ത് ഭഗവാനാവുന്നു, ഭഗവാന്റെ സുഹൃത്ത് ജ്ഞാനിയും ആവുന്നു. അപ്പോൾ ബാഹ്യ വിഷയങ്ങളിലൊന്നും ഒരാശയവും ഇല്ലാതെ ആവണം. കാരണം നമുക്ക് ഈ മായയുടെ മറ നീക്കി പുറത്ത് കിടക്കുകയാണ് ഉദ്ദേശം, അല്ലേ? അപ്പോൾ ബാഹ്യ വിഷയങ്ങളിലൊന്നും നമുക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. അങ്ങനെയുള്ള ഒരവസ്ഥ ആർക്ക് മാത്രമേ കൈവരുള്ളൂ? ഒരു ജ്ഞാനിക്ക് മാത്രമേ കൈവരുന്നുള്ളൂ. അങ്ങനെ ജ്ഞാനിക്ക് ഉത്തമ സാധകനായാൽ മാത്രമേ ജ്ഞാനിക്കും അത് കൈവരുന്നുള്ളൂ. വെറുതെ അറിവ് നേടാൻ വേണ്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും ഒരു യുവാക്കളിലുള്ള ഒരു പ്രേമത്തോട് ഇതിനെ കമ്പയർ ചെയ്യാം. ഒരാൾ അങ്ങോട്ട് പ്രേമിക്കുന്നു, അങ്ങോട്ട് മാത്രം വൺ സൈഡായിട്ട് കാര്യമില്ലല്ലോ. തിരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, സമ്മാനം വാങ്ങിക്കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, അവർ അതിൽ തൃപ്തിപ്പെടുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് പ്രേമം അഭിനയിക്കുന്നു. വേറെ ചിലരാണെങ്കിലോ അങ്ങോട്ട് സ്നേഹം കാണിക്കുന്നു, തിരിച്ച് ഇങ്ങോട്ടും അതിൻ്റെ എത്രയോ ഇരട്ടി സ്നേഹം തിരിച്ചും കാണിക്കുന്നു. നമുക്ക് 2 ദിവസത്തെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അത് നിലനിൽക്കുകയും ചെയ്യും. അവർ തമ്മിലൊരു ഐക്യം, മനസ്സിലൊരു ഐക്യം സ്ഥാപിക്കും. അവർക്ക് പരസ്പരം ആ പ്രേമം അനുഭവിക്കാനും സാധിക്കും. അതേപോലെ ഇവിടെ പ്രേമിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. അപ്പോൾ വല്ലതും ഇങ്ങോട്ട് കിട്ടണം, സമ്മാനങ്ങൾ കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ ഭഗവാനിലെ പ്രേമം കാണിക്കേണ്ടത്. ഭഗവാനെ സ്നേഹിക്കുക, അത് ശുദ്ധമായിട്ടുള്ള സ്നേഹമായിരിക്കണം. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഭഗവാൻ എൻ്റെ വലിയ സുഹൃത്താണ്. എൻ്റെ എല്ലാ വിഷമങ്ങളും, ഞാൻ ഇതിനു മുന്നേ നാരായണീയത്തിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ വിഷമങ്ങൾ മുഴുവനായിട്ടും തുറന്നു പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ഭഗവാനാണ്. ആ ഭഗവാനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അത് മനസ്സിലാക്കാനുള്ള കഴിവ് പെട്ടെന്നുണ്ട്. അപ്പോൾ ഈശ്വരനോടുള്ള ഒരു ജ്ഞാനിയുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു ഭഗവാൻ മനസ്സിലാക്കുന്നു. തിരിച്ച് ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിട്ട് ആ ജ്ഞാനിയെയും കാണുന്നു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ജ്ഞാനിക്ക് എപ്രകാരമാണോ അപ്രകാരം ജ്ഞാനി എനിക്കും പ്രിയനാണ് എന്നാണ് ഭഗവാൻ പ്രഖ്യാപിച്ചത്. അവിടെ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തെ മനുഷ്യ സമൂഹത്തിന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു സ്നേഹം ശുദ്ധമാണെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പ്രിയ സുഹൃത്ത് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ വിഷമങ്ങൾ, നമ്മളുടെ സന്തോഷങ്ങളൊക്കെ പങ്കിടുമ്പോൾ, എൻ്റെ ഒരു വിഷമം ഞാൻ ഒരാളുമായിട്ട് പങ്കിടുകയാണെങ്കിൽ അയാളിലും അതേ പ്രതികരണം, അതായത് അത് കേൾക്കുമ്പോൾ തന്നെ അയാൾക്കും അതേ വികാരം, വിഷമം വരികയാണെങ്കിൽ, അപ്പോൾ രണ്ടുപേർക്കും ഒരേ വേവ് ലെങ്ത് എന്ന് പറയാം ഫിസിക്സിലാണെങ്കിൽ. അതായത് രണ്ടുപേർക്കും ഒരേപോലത്തെ പ്രതികരണമാണെങ്കിൽ എന്താണ്? രണ്ടുപേരുടെയും സ്നേഹം ആത്മാർത്ഥമാണ്, ശുദ്ധമായ സ്നേഹമാണ്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ജ്ഞാനിയാണ് എനിക്ക് എന്ന് പ്രിയപ്പെട്ടവെന്ന് ഭഗവാൻ ഒന്നുകൂടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ വീണ്ടും ഒരു സംശയം വരാല്ലേ, അതെന്താണ്?
അപ്പം നേരത്തെ വേറെ കുറച്ച് പേരെ പറ്റി പറഞ്ഞല്ലോ അല്ലേ? ആരാണ്? ആർത്തന്മാരുണ്ട്, ജിജ്ഞാസുക്കളുണ്ട്, അർത്ഥാർത്ഥികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഭഗവാൻ പ്രിയരല്ലേ? ഭഗവാൻ എന്താ പക്ഷഭേദം കാണിക്കാൻ പോവാണോ? ഇവരൊന്നും ഭഗവാന് പ്രിയരല്ലേ എന്ന് ചോദിച്ചാൽ 18ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. അത് നമ്മൾ അടുത്ത ദിവസമാണ് വായിക്കുന്നത്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.